അപ്പോൾ UDFിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ സർസംഘചാലക് മോഹൻ ഭഗവത് അല്ല സുദർശൻജി, അന്നത്തെ സർസംഘചാലക്, രണ്ടുപേർക്കും ഒരേ പദമാണ് സർസംഘചാലക്. അദ്ദേഹമാണ് ഏറ്റവും പരമാചാര്യൻ, RSSൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആൾ. പോയി എന്നുള്ളത് വ്യക്തമാണല്ലോ. ചാമക്കാലയ്ക്ക് ഇനി എന്തെങ്കിലും ആ കാര്യത്തിൽ സംശയം ചോദിച്ചോളൂ. രഹസ്യമാണോ പരസ്യമാണോ? അല്ല, ഞാൻ പറഞ്ഞു താൻ്റെ മിണ്ടാണെങ്കിൽ എന്തൊരു കഷ്ടാണ് പറയുന്നത്. ഇയാൾ എന്തും മനുഷ്യൻ പറഞ്ഞ മനസ്സിലാവില്ല. എന്താ ചെയ്യാ? നിങ്ങൾ ഞാൻ മറുപടി പറയട്ടെ, ഞാൻ സംസാരിക്കല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കിളി തനിക്കാ പോയത്, എനിക്കല്ല. തനിക്കാ പോയത്, കിളി തനിക്കാ പോയത്, തനിക്ക് കളി പോയി, തനിക്ക് കളി പോയി. ഇപ്പൊ കിളി തനിക്ക് പോയി, കിളി പോയില്ലേ, കിളി പോയില്ലേ, തനിക്കാ കളി പോയത്, എനിക്കല്ല. തനിക്ക് മതിയായി, തനിക്ക് പോയി കിളി, കിളി തനിക്ക് പോയി, കിളി തനിക്ക് പോയി, എനിക്കല്ല. UDF പോയില്ല എന്നല്ലേ പറഞ്ഞത്, UDFിന്റെ ആരും കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്, UDFിന്റെ ആരും കണ്ടില്ല എന്നല്ലേ പറഞ്ഞത്. കിട്ടിയില്ലേ? CP ജോണിന്റെ വീട്ടിൽ പോയത് സർസംഘചാലക് കിട്ടിയില്ലേ? ഒന്ന് പോയി പണിനോട്ട് ഭാഷ വർത്താനം പറയരുത്. എനിക്കല്ല, നിങ്ങൾക്ക് കിളി. നിക്ക് കിളിയൊക്കെ നിങ്ങളുടെ കയ്യില്. അവിടെ നാണം, തനിക്ക് നാണം വേണം, എനിക്കല്ല. UDFിന്റെ നേതാവ് പോയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം കണ്ടതെന്നും എങ്ങനെയാ കണ്ടതെന്നും കേരളീയ സമൂഹത്തിന് മനസ്സിലായി. താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ താങ്കളുടെ തലച്ചോറ് നിങ്ങൾ എന്ത് വിവരം ഒന്ന് പോയി പണി നോക്കി മിസ്റ്റർ. ഞാനേ കോൺഗ്രസ് ഒന്നും പറയാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞത് ഒരു ഞാൻ സംസാരിക്കട്ടെ, അതല്ലേ ശരിയായിട്ടുള്ള രീതി. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, RSSനെയും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടപാടും യാതൊരു കാര്യവും രഹസ്യമല്ല. ഞങ്ങൾ ആരെങ്കിലും ADGP വന്നിട്ടില്ല, ADGPയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതേ അഭിലാഷ് മോഹന്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അഭിലാഷ് മോഹനെ അടക്കം BJPയും RSSുമായി ബന്ധപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്രത്തിന്റെ 1-ാം പേജിൽ ഇന്നലെ ഞാൻ വായിച്ചതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സുദർശന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തെ ഈ ADGP കണ്ടത് എന്താണ് സമ്മതിക്കാതിരുന്നത്? നിങ്ങൾ RSSന്റെ ഭാഗത്തു നിന്നുള്ള നിഷേധം, ഈശ്വരന്റെ ഭാഗത്തു നിന്നുള്ള നിഷേധം ഇന്നലെ പത്രത്തിൽ വായിച്ചല്ലോ. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈശ്വരൻ പറഞ്ഞത് എന്താണെന്ന്? ഹോട്ടലിൽ പോയി കണ്ടു എന്നാണ് ഞാൻ പത്രത്തിൽ വന്നത്. ഹോട്ടലിൽ പോയി കണ്ടിട്ടില്ല, അതാണ് നിഷേധിക്കുന്നത്. RSSന്റെ ക്യാമ്പിൽ ആരും വരും, ADGP വരും, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വിരോധവുമില്ല. ഞങ്ങൾ MV ഗോവിന്ദനെ അടക്കം RSSന്റെ ക്യാമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് രഹസ്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു രഹസ്യവുമില്ല. ഞങ്ങൾ നാളെ DGPയെ കൊണ്ടുവരാൻ ശ്രമിക്കും.